ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പോപ്പി സിമ്പിൾ വേൾഡ്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വെണ്ടയ്ക്കയും തൈരും കൂടി ചേർത്ത് ഒരു കറിയാണ്. കറി തയ്യാറാക്കുന്നതിനായിട്ട് ഞാൻ ഇത്രയും വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ ഒന്ന് കഴുകി ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി കറി തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി നല്ലപോലെ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. ഇനി ഉണ്ടല്ലോ, അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. നമുക്കുണ്ടല്ലോ, വെണ്ടയ്ക്ക ആദ്യം തന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നല്ല എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. വീണ്ടും ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിനി ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി ഇതേ ചട്ടിയിലേക്ക് തന്നെ നമുക്ക് കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉലുവയും അതുപോലെ ചെറിയ ജീരകം ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് നമ്മളൊരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനുണ്ടല്ലോ, ഈ ഒരു കറിയിലേക്ക് കടുക് ചേർത്തിട്ടില്ല കേട്ടോ. ഇനി 2 വറ്റൽമുളക് ഇതുപോലെ കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഉണ്ടല്ലോ, ഇതിലേക്ക് ഒരു ചെറിയ സവാള ഇതുപോലെ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തതും ആവശ്യത്തിന് വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ സവാളയൊക്കെ ഒന്ന് വഴണ്ടി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു ചെറിയ തക്കാളി ചേർത്ത് കൊടുക്കാം. ഒത്തിരി പുളിയുള്ള തക്കാളി ചേർത്ത് കൊടുക്കരുത് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഈ തക്കാളിയും സവാളയും ഒക്കെ നല്ല പോലെ ഒന്ന് വഴണ്ടി വരട്ടെ. ഇനി ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കായത്തിൻ്റെ പൊടിയും കൂടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. വീണ്ടും ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ പാകത്തിനായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ കറികൾ തയ്യാറാക്കുമ്പോൾ തൈര് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം കേട്ടോ ചെയ്യാൻ, അല്ലെങ്കിൽ തൈരൊക്കെ പെട്ടെന്ന് പിരിഞ്ഞു പോകും. ഞാനിവിടെ ഈ ഒരു അളവിലാണ് കേട്ടോ തൈര് എടുത്തിട്ടുള്ളത്. അത് മിക്സിയിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു തൈരും അതുപോലെ തന്നെ കുറച്ച് വെള്ളവും കൂടിയാണ് ഇതിലേക്കിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിനി ഈ കറിയിലേക്ക് ഉപ്പോ അതുപോലെ മുളക് പൊടിയോ ഒന്നും ചേർത്ത് കൊടുക്കണില്ല കേട്ടോ. വെണ്ടയ്ക്ക ഫ്രൈ ചെയ്തെടുത്ത സമയത്ത് കുറച്ചധികം ഉപ്പും നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിലേക്ക് ഒരല്പം കായത്തിൻ്റെ പൊടിയും അതുപോലെ കുരുമുളകിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. അപ്പോഴേക്കും വെണ്ടയ്ക്ക തൈര് കറി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.